പച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ബിജുചേട്ടൻ തന്നെ ആയിരിക്കും അല്ലേ? എന്താണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ കൂടുതലായിട്ട് വരാനുള്ള? ആദ്യത്തെ പടത്തിന് തന്നെ, ആദ്യത്തെ പടം എന്ന് പറഞ്ഞത് ഇപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് മുമ്പ് ഒരു പടം ഞാൻ ചെയ്തിരുന്നു, തീക്കടൽ എന്ന് പറഞ്ഞ പടം. അതിൽ ഒരു സിറ്റുവേഷനുണ്ട്, ഗുണസിംഗും പിന്നെ കുമരകൻ രാജപ്പനുമായിരുന്നു എൻ്റെ സംഗീതം. അപ്പോൾ അതിൽ ഗാനം എഴുതാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നു. അവസാനം അങ്ങേരെ എഴുതുന്നതൊന്നും ശരിയാകുന്നില്ല. അത് സുകുമാരൻ അടിച്ച് വീലായിട്ട് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ അതിന് എഴുതിയിട്ട് ശരിയാകുന്നില്ല. പുള്ളി മദ്രാസിലാണ്. അപ്പോൾ പിന്നെ എന്താ ആ ട്യൂൺ മനസ്സിൽ കിടപ്പം ഇങ്ങനെ കണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ബിച്ചുവേട്ടനെ കൊണ്ട് എഴുതിപ്പിക്കാമെന്ന് പറഞ്ഞ് ജിജു ആണ് പോയത്. ജിജു പോയി ആദ്യത കൊടുത്തു കഴിഞ്ഞാൽ ബിജു ഫോണിൽ കൂടെ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പാച്ചി നമ്മളൊക്കെ എന്ത് വണ്ടന്മാരാണ്, അത് നമുക്ക് എഴുതായിരുന്നു ഞാൻ ചെന്നാതി ചോദിച്ചു. അത് പുള്ളിയെടുത്ത് പറഞ്ഞു, സിറ്റുവേഷൻ പറഞ്ഞു അടിച്ചങ്ങ് പൂസായി. അപ്പൊ ഇത് ശരിയല്ലേ, നമുക്ക് എഴുതാമായിരുന്നു, നമ്മള് കേൾക്കാത്ത വാക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമ്മള് വണ്ടന്മാരായി. അങ്ങനെയാണ് ആദ്യത്തെ പാട്ട് എഴുതുന്നത്. അതല്ല, അപ്പൊ അത് കറക്റ്റാണ്. അപ്പൊ അത് അതിന്റെ ഏറ്റവും വലിയ അപ്രീസിയേഷൻ ആയിരുന്നു. എടാ ഇതെനിക്ക് എഴുതാമായിരുന്നല്ലോ എന്ന് തോന്നുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അപ്രീസിയേഷൻ. അവിടെ തുടങ്ങിയതാണ്. അവിടുന്ന് പിന്നെ ഒരു ജൈത്ര യാത്ര തന്നെയായിരുന്നു. പിന്നെ അത് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ ട്യൂണിനനുസരിച്ച് അത് വന്ന് വീഴുക എന്നുള്ളതാണ്. അതിപ്പോൾ എൻ്റെ ഗുണമല്ല, അത് അടിച്ചങ്ങ് പൂസായിന്ന് കറക്റ്റായിട്ട് ട്യൂൺ തന്നാൽ പിന്നെ ഞാൻ വേറെ ഒന്നും എഴുതാം. അത് ഗുണസിംഗിനെ സംബന്ധിച്ചേ പറ്റുള്ളൂ.